സന്നിധി തന്നിൽ നായക എന്നും. ഗുഡ് മോർണിംഗ്. ഏവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം പേരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ചിന്താവിഷയം മഹതിയായ ഇസബേൽ എന്നുള്ളതായ ഒരു കാര്യത്തെ ചിന്തിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഇവിടെ തരുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഇന്നത്തെ പ്രഭാത ചിന്താവിഷയം ഇസബേലിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇസബേൽ ആരായിരുന്നു എന്നുള്ളത്. ബൈബിൾ അടിസ്ഥാനത്തിൽ വച്ച് ഏറ്റവും ക്രൂരമായ ഒരു സ്ത്രീയായിരുന്നു ഇസബേൽ. ഇസ്രായേൽ ജനത്തെ വിഗ്രഹ ആരാധനയിലേക്ക് നയിച്ചതിൽ പ്രധാനപ്പെട്ടതായ ഒരു പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ഇസബേൽ. ഇവിടെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ പറഞ്ഞത്, കടും ചുവപ്പായ ഉള്ള മൃഗം അല്ലെങ്കിൽ ആ മൃഗത്തിന്മേൽ ഇരിക്കുന്നതായ സ്ത്രീയോട് സാമീപ്യമുള്ളതാണ് ഈ ഇസബേൽ എന്ന് പറഞ്ഞതായ സ്ത്രീ. മൃഗത്തിന് മുകളിലിരിക്കുന്നതായ സ്ത്രീയുടെ രൂപവും ആ മൃഗത്തിന് മുകളിൽ ഇരിക്കുന്നതായ സ്ത്രീയുടെ അല്ലെങ്കിൽ രാജ്ഞിയുടെ വേഷഭൂഷങ്ങളും അടിഞ്ഞൊരു സ്ത്രീയാണ് ഇസബേൽ. ഇസബേൽ സമാനതകൾ നിറഞ്ഞതായ ഒരു ജീവിതമായിരുന്നു ഇസബേലിൻ്റെത്. കാരണം ഇവിടെ മഹദിയ ബാബിലോൺ, നമുക്കെല്ലാവർക്കും അറിയാം വെളിപ്പാട് പറഞ്ഞായ മഹദിയ ബാബിലോൺ. അവിടെ വേശ്യമാരുടെയും മിളച്ചിതകളുടെയും മാതാവ് എന്ന് അറിയപ്പെടുന്നതായ അല്ലെങ്കിൽ വെളിപ്പാടി പറഞ്ഞായ ആ സ്ത്രീയുടെ തലയിൽ അണിഞ്ഞിരിക്കുന്നതായ ഇസബേലിനെ പോലെ വേശ്യാവൃത്തി കഴിച്ച ഒരു വ്യക്തിയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇസബേലിൻ്റെ ജീവിതത്തിൽ നടന്നായ സകല മ്ലേച്ഛതകളും പ്രവൃത്തികളും ഇന്നത്തെ പ്രഭാ ചിന്തിക്കുമ്പോൾ നാം ഇസബേലിനെ പോലെ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇസബേലിൻ്റെ മരണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്വന്തം ഇസബേലിൻ്റെ കൂടെയുള്ളതായ വ്യക്തികൾ തന്നെ, ഇസബേലിൻ്റെ ദാസന്മാർ തന്നെ ഇസബേലിനെ ജനലിൽ കൂടി താഴേക്ക് തള്ളിയിട്ട് കൊന്നു കളഞ്ഞതായിട്ട് നമുക്കവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പാൻ നോക്കണം കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പ്രവചനം അതുകൊണ്ട് നിവൃത്തിയാവാൻ നോക്കണം ഇടയായിത്തീർന്നു. കാരണം ഈ ഇസബേലിൻ്റെ മാംസം നായ്ക്കൾ തിന്നു കളയുമെന്ന് വെളിപ്പാടിൻ്റെ പ്രവചനം വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അവിടെ മാത്രമല്ല, അവിടെ പറഞ്ഞ കാര്യം ഈ വെളിപ്പാട് പ്രവചനം അവിടെ നിറവേറിട്ട് നമുക്ക് കാണാൻ നോക്കണം സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നായ്ക്കളെ പോലെ തന്നെ ഇസബേലിൻ്റെ വേലക്കാരും ജോലിക്കാരും ഇസബേലിൻ്റെ മാംസം തിന്നു കളയുമെന്ന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 16 വളരെ വ്യക്തമായിട്ട് നമ്മുടെ പറയുന്നുണ്ട്. ഇസബേൽ തൻ്റെ ആഡംബര മുഖംമൂടി, ആ ആഡംബര മുഖംമൂടി മുഖാന്തരം അനേകം പേരുടെ ജീവിതങ്ങളെ തകർത്തൊരു ഇസബേൽ. അവരെ വശീകരിച്ച് അവരുടെ സമ്പത്തുകളെ കൊള്ളയടിക്കുവാനും അവരുടെ സ്ഥാനമാനം കൊള്ളയടിക്കുവാൻ തൊക്കണം ശ്രമിച്ചതായ ഒരു ഇസബേൽ. ആ ഇസബേലിൻ്റെ ജീവിതം അവസാനം അത് മരണത്തിലേക്ക് തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇസബേലിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇന്നത്തെ ഈ ചിന്താവിഷയത്തിൽ ദൈവം നമ്മോട് പറയപ്പെടുന്നൊരു കാര്യമുണ്ട്. അതെ, ഇവിടെ പ്രവൃത്തികളാൽ നാം രക്ഷിക്കപ്പെടുന്നില്ല എങ്കിലും നമ്മുടെ പ്രവൃത്തികളാൽ വെളിപ്പെടുന്ന നമ്മുടെ സ്വഭാവമാണ് ന്യായവിധിയിൽ വിചാരണ നേരിടുന്ന പോകുന്നത്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമില്ല എങ്കിൽ നാമും ഇസബേലിനെ പോലെ ആയിത്തീരുവെന്നോക്കണം ഇടയായിത്തീരും. ഈ 2026 എന്ന വർഷം നമുക്ക് നൽകപ്പെട്ടു. ഇന്ന് അതിൻ്റെ 40-ാം ദിവസത്തിൽ നാം എത്തിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ നാം ഒന്ന് പരിശോധിക്കണം. നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരണം, നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരണം. ഒരിക്കലും
നാം ഇസബെലിനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കാതെ എന്താണോ ദൈവം എന്നോടും നിങ്ങളോടും ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പറഞ്ഞതായ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം, മുന്നേറാം, ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, അപ്പോൾ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പിതാവേ, അടിയങ്ങൾ ആരും കർത്താവ് ഇസബെലിനെ പോലെ കർത്താവ് ഞങ്ങളുടെ സ്വഭാവം ഒരിക്കലും ആയിത്തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, മറിച്ച് അങ്ങയുടെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ച് കാട്ടുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കുമാറാകണം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. യേശുക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ കേൾക്കുന്ന നല്ല പിതാവായ ദൈവമേ,